ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ബറാത്തിന് ജനൽ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് കുറേ നെഗറ്റീവ് കമൻറ്റും വന്നിട്ടുണ്ട്, കുറേ പോസിറ്റീവ് കമൻറ്റും വന്നിട്ടുണ്ട്. അതിന് നെഗറ്റീവ് കമൻറ്റ് വന്നതിനൊക്കെ ഒരു ഉത്തരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കുറേ കമൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ 2-3-4 കമൻറ്റ് നിങ്ങൾക്ക് വായിച്ചു തരാം. ഒന്നാമത്തെ കമൻ്റാണ്, ജനൽ വൃത്തിയായപ്പോൾ ചുമർ വൃത്തികേടാവും, അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കമൻ്റാണ്, ഇത് ആകപ്പാടെ ഒരു വൃത്തിയും ഇല്ലാത്ത പണിയാണ്. മൂന്നാമത്തെ കമൻ്റാണ്, അയ്യോ ആകെ വൃത്തികേടായി. നാലാമത്തെ കമൻ്റാണ്, ചുമര് കേടാവും, ജനൽ ചിതല് പിടിക്കും. അഞ്ചാമത്തെ കമൻറ്റ്, ഇത് പൊട്ടത്തരമാണ്, ചുമരിൽ ചളിയാവില്ലേ. അപ്പോൾ ഈ കമൻ്റൊക്കെ വായിച്ചപ്പോൾ മനസ്സിനൊരു വിഷമം. അപ്പോൾ ഇതിനൊക്കെ ഒരു റിപ്ലൈ കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു റൂമിലെ 2 ജനലാണ് കഴുകാൻ പോകുന്നത്. മാറാലത്തോട്ടി കൊണ്ടാണ് നമ്മൾ കഴുകുന്നത്. ഈസി മെത്തേഡാണ്. അപ്പോൾ നമ്മൾ കട്ടിലൊക്കെ സെൻറ്റർക്ക് നീക്കിയിട്ടിട്ടുണ്ട്, ജനലിൻ്റെ അടുത്ത് നിന്ന് നീക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 വിക്സൊക്കെ കിടക്കുന്നുണ്ട്, അത് നമുക്ക് കൊണ്ടുപോയി അൽമറയിൽ വെക്കാം. മോന് കട്ടിൻ്റെ ഒട്ടിക്ക് ഇടണതാണ്. അപ്പോൾ കുറേ കാലമായി ഞാൻ ജനലൊക്കെ വൃത്തിയാക്കിയിട്ട്, അപ്പോൾ ഇന്ന് ബറാത്തല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ ജനലിലൊക്കെ നല്ല ചളിയുണ്ട്. അപ്പോൾ ഞാൻ ഈ ചളി നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ അപ്പുറവും ഇപ്പുറവും ചളി പിടിച്ചും കൊണ്ട് ഒരു വൃത്തിയില്ലാതെയാണ് കിടക്കുന്നത്, കണ്ടോ. ഇപ്പോൾ ഇനി ഞാനിത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചുമരിൻ്റെ അടിഭാഗമൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്ക് മാറാലത്തോട്ടി കൊണ്ട് ഈ ജനലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അധികം വെള്ളമൊന്നും വേണ്ട, ഒരു ബക്കറ്റ് വെള്ളം മാത്രം മതി. ഞാൻ മോപ്പിൻ്റെ വടിയാണ് നമ്മൾ മാറാലത്തോട്ടക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിൽ നല്ലോണം മുക്കുക, അതിലധികം വെള്ളമൊന്നും പറ്റി നിൽക്കില്ല. എന്നിട്ട് നമ്മൾ പതുക്കെ ഉരച്ച് കൊടുക്കുക. നമ്മൾ ബലം പിടിച്ച് ജനലിൽ ചില്ലിൽ അമർത്തിയൊന്നും ഉരച്ച് കൊടുക്കേണ്ട കാര്യമില്ല. സ്മൂത്തായിട്ട് പതുക്കെ ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഫുള്ള് ചളിയും പോകുന്നതാണ്, നല്ല വൃത്തിയാവും ചെയ്യും. ഇപ്പോൾ ഉരച്ച ചില്ലിനെ നിങ്ങൾക്ക് കണ്ടാലറിയാം വൃത്തിയാവുന്നത്. അപ്പോൾ ഫുള്ളിതും ഇതാവും. അതേമാതിരി ചിലർ ചോദിച്ചിരിക്കുന്നു, ചുമര് കേടുവരില്ലേ എന്ന്. ചുമരൊന്നും കേടുവരികയില്ല. അതിൽ നിന്നും അതേമാതിരി ചുമരിൽ ചളി പിടിക്കുമെന്നൊക്കെ പറഞ്ഞത്. ഇത് നമ്മൾ ഉരച്ച് കഴുകിയതിന് ശേഷം ഈ ഇറങ്ങി വരുന്ന ചളി നമ്മൾ ഈ മാറാലത്തോട്ടി കണ്ട് തന്നെ അതിൻ്റെ അടിയൊന്ന് പതുക്കനെ ഉരച്ച് വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ ആ ചളിയൊക്കെ ഫുള്ളും ചുമരിലും പിടിക്കില്ല, എല്ലാം ഫുള്ളും ക്ലിയറായി പോകും. ജനൽ വൃത്തിയാക്കിയ ചളി നമ്മൾ ചുമരിൽ വെച്ചിട്ട് അങ്ങനെ ഇട്ട് പോവുകയല്ല ചെയ്യുക. ഈ കമൻറ്റ് പറയുന്നവർ ഒക്കെ ചളി നമ്മൾ ചുമരുമ്മ വെച്ചിട്ട് പോവുകയാണോ ചെയ്യുക? അതും നമ്മളെ മാറാലത്തോട്ടി കൊണ്ട് നമ്മൾ ആ വെള്ളത്തിൽ മുക്കിയിട്ട് പതുക്കെ ഒന്ന് ആ ചുമരിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് പതുക്കെ ഉരച്ച് കൊടുത്താൽ തന്നെ അത് എന്നിട്ടൊരു തുള്ളി വെള്ളം കൊണ്ട് ഒഴിച്ചാൽ ചുമരും നല്ല ക്ലീനായി വൃത്തിയായി കിട്ടും. ഈ ജനലിൻ്റെ കമ്പിയൊക്കെ നമ്മൾ വെറുതെ വെള്ളത്തിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് വെറുതെ നമ്മൾ സ്മൂത്തായിട്ട് ബലം പിടിച്ചാൽ അത് തടഞ്ഞ് പിടിക്കും. അതുകൊണ്ട് സ്മൂത്തായിട്ട് വെറുതെ ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ കമ്പി അപ്പുറവും ഇപ്പുറവും നല്ലോണം ക്ലീനാകും, നല്ലോണം വൃത്തിയാകും. നമ്മളൊരു സോപ്പും പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നത്, ഒരു ബക്കറ്റിൽ സോപ്പും പൊടിയും തുണിയും ഒരു ബക്കറ്റിൽ വെള്ളവും എടുത്ത് വന്നിട്ട് ഈ സോപ്പും പൊടി വെള്ളം കൊണ്ട് ആദ്യം ഫുള്ള് കഴുകി, അതുപോലെ എന്നിട്ട് നല്ല വെള്ളം കൊണ്ട് കഴുകും. എന്നിട്ട് നിലത്തൊക്കെ നിറച്ച് സോപ്പും പൊടി വെള്ളം ഇതൊക്കെ ആയിട്ട് തുടച്ചെടുക്കാനൊക്കെ വളരെ പാടാണ്. അപ്പോൾ അതിലൊക്കെ ഈസി മെത്തേഡാണ് ഇത്. ഈ ചുമര് ഇത് മഴവെള്ളം തെറിച്ച് ചളി വീണതാണ്, അല്ലാതെ ഇത് ചുമരിൽ നിന്ന് വന്ന ചളിയൊന്നുമല്ല. അതാണ് ഞാൻ ഉരച്ച് വൃത്തിയാക്കുന്നത്. അത് തന്നെ ഈ മോപ്പ് കൊണ്ട് ഉരക്കുമ്പോൾ ഫുള്ളും ക്ലിയറായി പോകുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ആ ചളിയൊക്കെ ഇളകി വരുന്നത് കണ്ടില്ലേ. ഇത് നമ്മളുടെ മഴവെള്ളം തെറിച്ച് വന്ന വെള്ളമാണ്, അല്ലാതെ നമ്മൾ ജനലിൽ നിന്നും വന്ന വെള്ളമൊന്നുമല്ല. അപ്പോൾ ഇത് നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് ഇത് ക്ലിയറാക്കി വൃത്തിയാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളുടെ ജനൽ കഴുകിയെന്ന് വിചാരിച്ച് ചുമരിലോ ഒന്നും ഒരു വൃത്തികേടില്ല. അതപ്പോൾ നമ്മൾ കഴുകിയ ജനലാണ് ഇത്.
നല്ല വൃത്തിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ജനലിൻ്റെ ചില്ല് നോക്കുമ്പോൾ തന്നെ കാണാം, നല്ല ക്ലീനായി വൃത്തിയായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈസി മെത്തേഡാണ്. അതുപോലെ നമുക്ക് കണ്ടോ ജനലൊക്കെ കണ്ടോ അത്രയും നല്ല ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ചുമരിൻ്റെ ചുമരിലൊന്നും ഒരു ചളിയും ഇല്ല. അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്, അല്ലാതെ ചുമരിൽ വെച്ചിരിക്കില്ല. ഇത്ര പൊട്ടത്തര ചോദ്യങ്ങളൊന്നും കമൻറ്റുകളൊന്നും ആരും ഇടരുത്. ചുമരിൽ ചളിയാവും, അതേമാതിരി ചെതൽ പിടിക്കുകയൊന്നുമില്ല. ഇത് പോളിഷ് ചെയ്ത മരമല്ലേ, അതിലെങ്ങനെ ചെതൽ പിടിക്കാനാണ്? ഞാൻ കുറേ കൊല്ലങ്ങളായി ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ജനൽ ഇതുവരെയും ചെതൽ പിടിച്ചിട്ടില്ല. പോളിഷ് ചെയ്യാത്ത ജനലൊക്കെ ഇനി ചെയ്താൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ അറിയില്ല. ആകപ്പാടെ വൃത്തികേടായി എന്ന് കമൻ്റ് ഇട്ട ആളുകളോടൊക്കെ പറയാനുള്ളത്, ഇത് നല്ല ക്ലീൻ ആയിക്കാണ്, എവിടെയും ഒരു വൃത്തികേടും ഇവിടെ ആയിട്ടില്ല. അത് നിങ്ങൾ ഈ ജനൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ റൂമിലെ 2